എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ മാർക്കറ്റ് where long-term funds are raised by business and governments through the sale of securities like shares, debentures, etc. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ബിസിനസിനും ഗവൺമെന്റിനും ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റ് മണി മാർക്കറ്റ് ആണ്. എന്നാൽ ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിനും ബിസിനസിനും ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആണ് ഷെയറും ഡിബഞ്ചറും. ഓക്കെ, അപ്പൊ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പനിയും ബിസിനസ്സും ഈ ഷെയറും ഡിബഞ്ചറും വിൽക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അടുത്തത്, capital market facilitates the flow of capital from investors to entities that need fund for long-term investments such as expansion, infrastructure or research and development. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഫണ്ട് ബിസിനസ്സിലേക്കും അതേപോലെ തന്നെ ഗവൺമെന്റിലേക്കും ചാനലൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ്. ചാനൽ സേവിങ്സ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നിന്നുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സേവിങ്സ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിലേക്ക് ചാനലൈസ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉദാഹരണമായിട്ട് എന്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട്, എനിക്കത് FD ആയിട്ട് ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള ഓപ്ഷനാണ്, പക്ഷേ റിട്ടേൺ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ ബിസിനസിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് സേവിങ്സ് മൊബിലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അതായത് ബിസിനസിനും ഗവൺമെന്റിനും ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ലിക്വിഡിറ്റി പ്രൊവിഷൻ. പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഈസിലി. അതായത് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് അഥവാ ഷെയർസും ഡിബഞ്ചേഴ്സും എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓൾവേസ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. നാലാമത്തത് പ്രൈസ് ഡിസ്കവറി ആണ്. അതായത് സെക്യൂരിറ്റീസിന്റെ അതായത് ഷെയർസിന്റെയും ഡിബഞ്ചേഴ്സിന്റെയും ഫെയർ ആയിട്ടുള്ള വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനും ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പൊ ആ റിസ്ക് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാ കുറയ്ക്കാം? അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അത് സ്പ്രെഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് ഒരു ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജോബ് ക്രിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇക്കണോമിക് ഡെവലപ്മെന്റ്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഷെയർ ആണ്, രണ്ട് ഡിബഞ്ചർ ആണ്, മൂന്ന് ബോണ്ട് ആണ്, നാലാമത്തത് മ്യൂച്വൽ ഫണ്ട് ആണ്. എന്താണ് ഷെയർസ്? അതായത് കമ്പനിക്ക് കുറച്ച് ഫണ്ട് ആവശ്യമായിട്ട് വരണം. അങ്ങനെ വരുന്ന സമയത്ത് കമ്പനി ഷെയർസ് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ സെൽ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഷെയർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പം ഒരു ഷെയറിന്റെ വില ചിലപ്പം 10 രൂപയാവാം, എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഈ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്താൽ ഞാൻ കമ്പനിയുടെ ഓണർ ആവാണ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഷെയർസിനെ ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്നും പറയാറുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആള് കമ്പനിയുടെ ഓണർ ആണ്. അയാൾ അറിയപ്പെടുന്നത് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കണേ. ദെൻ കമ്പനി ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമല്ലോ. ആ റിട്ടേൺ അറിയപ്പെടുന്നത് ഡിവിഡൻഡ് എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ കമ്പനിക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഷെയർ സെല് ചെയ്യും. ഈ ഷെയർ വാങ്ങുന്ന ആളുകൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അവർ യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഓണർ ആണ്. കമ്പനി അവർക്ക് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടി വരും. ആ റിട്ടേൺ അറിയപ്പെടുന്നത് ഡിവിഡൻഡ് എന്നാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ. എന്താണ് ഡിബഞ്ചർ? ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ. അതായത് കടപ്പത്രം എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇപ്പൊ കമ്പനി കുറച്ച് ക്യാഷ് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് കടമായിട്ട് റേസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ കടമായിട്ട് റേസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ. അതും ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ്.
ക്ലിയർ ആയല്ലോ? അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഡിബഞ്ചർ വിൽക്കും. അപ്പൊ ഈ ഡിബഞ്ചർ വാങ്ങുന്ന ആളുകള് കമ്പനിക്ക് കടം കൊടുത്ത ആളുകളാണ്. ഓക്കെ. അപ്പൊ കമ്പനി എന്ത് ചെയ്യണം? ഈ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം. ആ റിട്ടേൺ അറിയപ്പെടുന്നത് ഇൻട്രസ്റ്റ് എന്നാണ്. അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡന്റ് പ്രോഫിറ്റ് എന്ന് കൊടുക്കുന്നതാണ്. അതൊരിക്കലും ഫിക്സഡ് അല്ല. അതായത് പ്രോഫിറ്റ് കൂടുതലുള്ളപ്പം കൂടുതൽ ഡിവിഡന്റ് കൊടുക്കും, കുറവുള്ളപ്പം കുറച്ച് ഡിവിഡന്റ് കൊടുക്കും. എന്നാൽ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് കമ്പനി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ FD ഇടുമ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അതേപോലെയാണ് കേട്ടോ. ഇത് കമ്പനി കൊടുക്കുന്നതാണെന്നുള്ള വ്യത്യാസം മാത്രമാണുള്ളത്. ദെൻ അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്, ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓർ ഗവൺമെന്റ് ടു റേസ് ലോൺ. അതായത് ഗവൺമെന്റും കമ്പനീസും ലോൺ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? അതായത് ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഫണ്ട് ഒരു ഏജൻസി കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഏജൻസി ആ ബൾക്ക് ഫണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. ആ ഏജൻസിയെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഫണ്ട് ഏജൻസി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? പൂൾ ഓഫ് മണി കളക്ടഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റീസ്. പൂൾ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഒരു ഏജൻസി അതൊരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അതാണ് മ്യൂച്വൽ ഫണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ഒന്ന് കമ്പനീസ് ആണ് അല്ലെ. അതായത് കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉപയോഗിക്കുന്നത് അല്ലെ, ലോങ് ടേം ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആണ് ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ. ദെൻ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഷെയർസും ബോൺസും ഒക്കെ പർച്ചേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള റിട്ടേൺ കിട്ടും. അതുകൊണ്ടാണ് ഈ ഇൻഡിവിജ്വൽസ് ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദെൻ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് സെക്യൂരിറ്റീസ്, അതായത് ഷെയർസും ബോണ്ടും ഒക്കെ വാങ്ങാനും വിൽക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് അറിയപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും, NSEയും BSEയും. ക്ലിയർ ആയല്ലോ? അടുത്തൊരു പാർട്ടിസിപ്പന്റ് ആണ് സെബി. എന്താണ് സെബി? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതായത് ഇന്ത്യയില് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സെബി. ക്ലിയർ ആയല്ലോ? ഇപ്പൊ സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ. ഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ദെൻ അടുത്താണ് മെർച്ചന്റ് ബാങ്ക്. അതായത് കമ്പനീസിന് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് മെർച്ചന്റ് ബാങ്കേഴ്സ്. അപ്പൊ ഇത്രയാണ് ഷെയർ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ക്ലിയർ ആണല്ലോ? ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. എന്താണ് പ്രൈമറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും പറയാറുണ്ട്. അതായത് ഒരു കമ്പനിയുടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും പ്രൈമറി മാർക്കറ്റിലായിരിക്കും. ക്ലിയർ ആയല്ലോ? ദ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ഫസ്റ്റ് ടൈം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആദ്യമായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി മാർക്കറ്റിലായിരിക്കും. ഓക്കെ. അപ്പൊ 4 തരത്തില് കമ്പനീസിന് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യാം. അതിലൊന്നാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഫസ്റ്റ് ടൈം സെയിൽ ഓഫ് ഷെയർസ് ടു പബ്ലിക്. അതായത് പബ്ലിക്കിന് ഫസ്റ്റ് ടൈം ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO എന്നാണ് പറയുക. അതൊന്ന് ഓർത്തിരിക്കണേ. രണ്ടാമതാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്, അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ ലിസ്റ്റഡ് കമ്പനി. അതായത് ഓൾറെഡി ഷെയർ ഇഷ്യൂ ചെയ്ത ഒരു കമ്പനി, ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി അഡീഷണൽ ആയിട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അതിനെ പറയുന്ന പേര് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നാണ്, FPO എന്ന് പറയും. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ന്യൂ ഇഷ്യൂ ആണ് റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഓഫേർഡ് ന്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി, ഇപ്പൊ റിലയൻസ് ആണെന്ന് വിചാരിച്ചു, ആ കമ്പനി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഷെയറും കൂടി മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ആദ്യം അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യണം. അതാണ് റൂള്. ആ ഇഷ്യൂ പറയുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. ഇത് നോർമലി ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യും. എന്താണ് അങ്ങനെ പറയുന്നത്? അതായത് കമ്പനിയുടെ ഒരു ഷെയറിന്റെ വില 10 രൂപയായിരിക്കാം. അപ്പൊ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പോൾ 8 രൂപയ്ക്കായിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. ഇത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ന്യൂ ഷെയർ ഇഷ്യൂ ആണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്.
സെക്യൂരിറ്റി സോൾഡ് ടു സെലക്ടഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാതെ, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാതെ സെലക്ട് ചെയ്ത കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് ഡയറക്ട്ലി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. അതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഇതൊന്നും അറിഞ്ഞിരിക്കണേ. ദെൻ കീ പാർട്ടിസിപ്പൻസ് ഇൻ പ്രൈമറി മാർക്കറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഉണ്ട്, അണ്ടർറൈറ്റേഴ്സ് ഉണ്ട്, സെബി ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആണ്. അതായത് ഫസ്റ്റ് ടൈം കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് ആണ് പ്രൈമറി മാർക്കറ്റ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ സെക്കൻഡറി മാർക്കറ്റിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ. അപ്പൊ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ്. ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റ് ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കമ്പനിയുടെ ഷെയർ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? അത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യാം, അത് വേറെ ആക്കി വിൽക്കാം. ഓക്കെ. അപ്പൊ സെക്കൻഡറി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എന്ന് പറയും, അടുത്തത് BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡറി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് ആണ് ഒന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മൂന്നാമത്തത് ബ്രോക്കേഴ്സ്, നാലാമത്തത് മാർക്കറ്റ് മേക്കേഴ്സ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് മനസ്സിലായല്ലോ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് MCQs നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത്? ഓപ്ഷൻ എ ഷോർട്ട് ടേം ഫണ്ട്, ഓപ്ഷൻ ബി ലോങ് ടേം ഫണ്ട്, ഓപ്ഷൻ സി കൺസ്യൂമർ ഗുഡ്സ്, ഓപ്ഷൻ ഡി ഫോറിൻ എക്സ്ചേഞ്ച്. ക്യാപിറ്റൽ മാർക്കറ്റ് എപ്പോഴും ലോങ് ടേം ഫണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഷോർട്ട് ടേം ഫണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് മണി മാർക്കറ്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, ദ പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് the secondary market, B new issue market, option C derivative market, option D government market. പ്രൈമറി മാർക്കറ്റ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? ഓപ്ഷൻ എ ഷെയർ, ഓപ്ഷൻ ബി ബോണ്ട്, ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ പേപ്പർ, ഓപ്ഷൻ ഡി ഡിബഞ്ചർ. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏതാണ്? കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് അല്ലെ. അതായത് ഷെയറും ബോണ്ടും ഡിബഞ്ചറും ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതായത് സെക്യൂരിറ്റീസ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് മണി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണേ. അടുത്തത്, ദ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി IRDA, ഓപ്ഷൻ സി സെബി, ഓപ്ഷൻ ഡി നബാർഡ്. ഏതാണ്? സെബി ആണ് അല്ലെ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ലീഡിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫോമൻസ്? ഓപ്ഷൻ എ GDP, ഓപ്ഷൻ ബി ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഓപ്ഷൻ ഡി ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് ഇന്ത്യയിൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പെർഫോമൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഓക്കെ, ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാണ് സെൻസെക്സും നിഫ്റ്റിയും. ഓക്കെ, നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും സെൻസസ് ഇത്ര പോയിന്റ് ഇടിഞ്ഞു, അല്ലെങ്കിൽ നിഫ്റ്റി ഇത്ര പോയിന്റ് ഇടിഞ്ഞു എന്നൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറച്ച് ദിവസം എക്സാമിനുള്ളൂ. സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് നോക്കാം.